PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ടെലഗ്രാമിലാണ് മെസ്സേജ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി പഠിക്കും. അതിനുശേഷം ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ, അതായത് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചതും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സിലബസ് പ്രകാരം നടന്നിട്ടുള്ള പരീക്ഷകൾ, ഇപ്പോൾ 10th മെയിൻസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAL, LDC പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ രാത്രി 8 മണിയുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCRT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട് അല്ലേ. വൺ വേർഡ്, ഒറ്റ പദം എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അത് ഒരുപാട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ യൂസിങ് കോഡ്, കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ആന്റണിംസ്, സിനോണിംസ്, ഇഡിയംസ് അതെല്ലാം നമ്മൾ കോഡ് യൂസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അതേപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കോഡ് യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ക്ലാസ് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം പേർക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കോഡ് യൂസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ നോക്കുക, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആദ്യത്തേത് ഡിസ്ബിലീഫ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഡിസ്ബിലീഫ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എത്തീസം ആണ്. എത്തീസം അല്ലെ, എത്തീസ്റ്റ് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്, നിരീശ്വരവാദി അല്ലെ. അപ്പോൾ ഗോഡിന്റെ എക്സിസ്റ്റൻസിൽ ബിലീഫ്, വിശ്വാസമില്ലാത്തവനെ ആണ് എത്തീസ്റ്റ് എന്ന് പറയുക. അപ്പോൾ എത്തീസം ആണ്. ഡിസ്ബിലീഫ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്താണ്, എത്തീസം. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അടുത്തത് ഗവൺമെന്റ് ബൈ വൺ മാൻ. ഗവൺമെന്റ് ബൈ വൺ മാൻ എന്ന് പറയുന്നതിന്റെ വൺ വേർഡ് എന്താ, ഓട്ടോക്രസി ആണ് കേട്ടോ. ഓട്ടോക്രസി. ഇപ്പോൾ ഗവൺമെന്റ് ബൈ വൺ മാൻ, അപ്പോൾ ഒരേ ഒരു മാൻ ആണ് അല്ലേ, വൺ മാൻ. സോ ഹീസ് വെരി ക്രേസി എന്ന് ജസ്റ്റ് ഓർക്കുക കേട്ടോ. ഒരൊറ്റ ആളായിട്ടല്ലേ നടത്തുന്നത്. അപ്പോൾ അയാൾ ഭയങ്കര ക്രേസിയാന്നുള്ള രീതിയിൽ ഓട്ടോക്രസി ഓർക്കാലോ. ഗവൺമെന്റ് ബൈ വൺ മാൻ, ഓട്ടോക്രസി. അടുത്തത് ടു അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി ഓർ ടു അബ്സോർബ് ഫുഡ് ഫുള്ളി. അതായത് എന്താ, ടു അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ടു അബ്സോർബ് ഫുഡ് ഫുള്ളി. അതിന് പറയുന്നതാണ് അസിമിലേറ്റ് എന്നാണ് പറയുക. അസിമിലേറ്റ് നമ്മൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, അസിമിലേഷൻ എന്ന് പറഞ്ഞിട്ട്. അസിമിലേറ്റ് എന്താണ്, ടു അബ്സോർബ് ഫുഡ് ഫുള്ളി അല്ലെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്ന ഒരു മീനിങ് കൂടെ ഉണ്ട്. ഓക്കെ, അടുത്തത് ടു ടേൺ ഫ്രണ്ട്സ് ഇൻ ടു എനിമീസ്. ടു ടേൺ ഫ്രണ്ട്സ് ഇൻ ടു എനിമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈനേറ്റ് ആണ്. അലൈനേറ്റ് കേട്ടോ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താ, ടു ടേൺ ഫ്രണ്ട്സ് ഇൻ ടു എനിമീസ്. ഫ്രണ്ട്സ് എനിമീസ് ആവുന്നത് എപ്പോഴാണ്, ഇപ്പോൾ ഒരു ഫ്രണ്ട് നമ്മളോട് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞു എന്ന് വിചാരിക്കും, ഒരു ലൈ അല്ലേ. ഇവിടെ ഒരു ആ ലൈ ഉണ്ട് അല്ലേ, LIE, ലൈ ഉണ്ട്. അപ്പോൾ നമ്മളോട് ഒരു ഫ്രണ്ട് നമ്മളോട് ലൈ അല്ലേ, കള്ളം പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പം എന്താ, അവൻ നമ്മുടെ എനിമി ആയിട്ട് മാറും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഒരു നുണ പറഞ്ഞു, ഒരു ലൈ പറഞ്ഞു നമ്മുടെ ഒരു ഫ്രണ്ട്, അപ്പോൾ അവരെന്താണ് നമുക്ക് എനിമി ആയിട്ട് മാറുന്നുള്ള രീതിയിൽ ടു ടേൺ ഫ്രണ്ട്സ് ഇൻ ടു എനിമീസ്, അലൈനേറ്റ് ഓർക്കാലോ. അടുത്തത് എ പേഴ്സൺ ഹൂ ലവ്സ് എവ്രി വൺ. എ പേഴ്സൺ ഹൂ ലവ്സ് എവ്രി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്രൂയിസ്റ്റ് ആണ്. ആൾട്രൂയിസ്റ്റ് കേട്ടോ. വൺ വേർഡ് എന്താണ്, ആൾട്രൂയിസ്റ്റ്. അപ്പം എങ്ങനെ ഓർക്കാം, എ പേഴ്സൺ ഹൂ ലവ്സ് എവ്രി വൺ, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലേ. അപ്പോൾ ഓൾ എന്നുണ്ട് വേണ്ടല്ലോ അല്ലേ, AL, ഓൾ എന്ന് നമുക്ക് ജസ്റ്റ് എടുക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം ആൾട്രൂയിസ്റ്റ് ആണ്. ഓൾ എന്നുള്ളത് ജസ്റ്റ് കണക്ട് ചെയ്യുക കേട്ടോ, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓക്കെ, അടുത്തത് എ ഗവൺമെന്റ് carried on
ത്രൂ ഓഫീസേഴ്സ് അല്ലെ, ഗവൺമെന്റിന്റെ പ്രവർത്തനം ഉദ്യോഗസ്ഥർ വഴി നടപ്പിലാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, സോഷ്യൽ പൊതുഭരണം. അപ്പൊ അവിടെ പഠിച്ചിട്ടുള്ളതാ ബ്യൂറോക്രസി എന്ന് പറയുന്നത് അല്ലെ, ഉദ്യോഗസ്ഥ വൃന്ദം. ബ്യൂറോക്രസി നമ്മൾ പഠിച്ചതല്ലേ, അപ്പൊ അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. എ ഗവൺമെന്റ് ക്യാരിഡ് ഓൺ ത്രൂ ഓഫീസേഴ്സ് ആണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഈ ബ്യൂറോക്രസി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, കാരണം ഇത് നമുക്ക് സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ബ്യൂറോക്രസി എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗ് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും? ഓർക്കുക, ബി എഴുതുക ആദ്യം, അതിനുശേഷം യൂറിയ എന്ന് എഴുതുക കേട്ടോ, ബി യൂറിയ. ദെൻ ഉക്രസി എന്ന് എഴുതുക കേട്ടോ, ഉക്രസി, ഇവിടെ ഒരു സി ഉണ്ട്. ബി യൂറിയ, നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പഠിക്കുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ ഈസി ആയിട്ട് പഠിക്കാൻ കിട്ടും. അപ്പൊ ബി യൂറിയ ഉക്രസി എന്ന് ഓർക്കുക, UCRACY, ഉക്രസി. ഓക്കെ, അപ്പൊ ബി യൂറിയ ഉക്രസി, അതാണ് ബ്യൂറോക്രസിയുടെ സ്പെല്ലിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബ്യൂറോക്രസി, എ ഗവൺമെന്റ് ക്യാരിഡ് ഓൺ ത്രൂ ഓഫീസേഴ്സ് ആണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി എ പേഴ്സൺ ഹൂ ഈസ് അണേബിൾ ടു പേ ഡെപ്റ്റ്സ്, എന്താണ്? എ പേഴ്സൺ ഹൂ ഈസ് അണേബിൾ ടു പേ ഡെപ്റ്റ്സ് ആണ് ബാങ്ക്രപ്റ്റ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടം അല്ലെ. അപ്പോൾ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് പറ്റാത്ത ആളാണ് അല്ലെ. പേഴ്സൺ ഹു ഈസ് അണേബിൾ ടു പേ ഡെപ്റ്റ്സ് ആണ് ബാങ്ക്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കടമൊക്കെ വാങ്ങിക്കുന്നത് എവിടെന്നാ? ബാങ്കിൽ നിന്നല്ലേ. അപ്പൊ ബാങ്കിൽ നിന്നുള്ള കടം മീട്ടാനായിട്ട് പറ്റാത്ത ആള്, അതിനെയാണ് ബാങ്ക്രപ്റ്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു ഈസ് അണേബിൾ ടു പേ ഡെപ്റ്റ്സ്, ബാങ്ക്രപ്റ്റ്. ഓക്കെ, അടുത്തത് എ മാൻ വിത്ത് നാരോ prejudiced religious views, എന്താണ്? എ മാൻ വിത്ത് നാരോ prejudiced religious views, എന്താ? ബിഗോട്ട് ആണ് കേട്ടോ, ബിഗോട്ട്. അപ്പൊ ഇത് ഫയൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? എ ലവർ ഓഫ് ബുക്സ് അല്ലേ. അപ്പൊ ഈ ബുക്കിനെയും ഇവിടെ ബിബ്ലിയോ എന്നുള്ളതിൽ നിന്നും ജസ്റ്റ് ബൈബിളും ഫയൽ എന്നുള്ളതിൽ നിന്നും, ഫയൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ബുക്ക്ലെറ്റ് പോലെ ഫയൽ എന്നുള്ള രീതിക്കൊക്കെ ഓർക്കാലോ. അപ്പൊ എ ലവർ ഓഫ് ബുക്സ് ബിബ്ലിയോ ഫയൽ ആണ് കേട്ടോ. അപ്പൊ ബൈബിളും ഫയലും ഒക്കെ ബുക്കുമായിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. അടുത്തത് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊക്കെ ആണ് അല്ലെ, ബൊക്കെ. അപ്പൊ ഇത് നമുക്ക് സ്പെല്ലിംഗ് കറക്ഷനിൽ ചോദിക്കാറുണ്ട്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ബൊക്കെ ആണെന്ന് നമുക്കറിയാം, പക്ഷേ ബൊക്കയുടെ സ്പെല്ലിംഗ് ഭയങ്കര പ്രശ്നമാണ് അല്ലെ. ബൊക്കയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, BOUQUET ആണ് കേട്ടോ, ബൊക്കറ്റ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഫ്ലവേഴ്സിന്റെ തണ്ടൊക്കെ നമ്മൾ എന്താ ചെടിയൊക്കെ നടുന്നത് ഒരു ബക്കറ്റിലാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക കേട്ടോ. അപ്പൊ ഈ ET ഇവിടെ ഉണ്ട്, ബൊക്കറ്റ് എന്നുള്ളതാണ് വരിക, പക്ഷെ നമ്മൾ ബൊക്കെ എന്നാണ് വായിക്കുക. പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ബൊക്കറ്റ് എന്ന് വായിച്ചതാണ്. അപ്പൊ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഓർക്കുക, ഈ ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ നടുന്നത് ഒരു ബക്കറ്റിലാന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക കേട്ടോ. അപ്പൊ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബൊക്കെ. ബൊക്കയുടെ സ്പെല്ലിംഗ് ഓർത്തിരിക്കുക, BOUQUET ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. ഡിസ്ബിലീഫ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്താ? എത്തീസം ആണ്, എത്തീസം. ഗവൺമെന്റ് ബൈ വൺ മാൻ, ഓട്ടോക്രസി. വൺ മാൻ എന്ന് പറയുമ്പോൾ ഹീസ് ക്രേസി എന്ന് ഓർക്കാൻ പറഞ്ഞല്ലേ, ഓട്ടോക്രസി. ടു അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി ഓർ ടു അബ്സോർബ് ഫുഡ് ഫുള്ളി, എന്താണ്? അസിമിലേറ്റ് ആണ്. ടു ടേൺ ഫ്രണ്ട്സ് ഇൻ ടു എനിമീസ്, നമ്മൾ എന്താണ് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറഞ്ഞത്? ഫ്രണ്ട്സ് ഒക്കെ നമ്മളോട് ലൈ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിമി ആകും എന്നുള്ള രീതിയിൽ അലൈനേറ്റ് ഓർക്കാം. എ പേഴ്സൺ ഹു ലവ്സ് എവ്രി വൺ, എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു അല്ലെ. അപ്പോൾ ഓൾ ആണ്, അപ്പോൾ ഓൾട്രിയസ്റ്റ്. ദെൻ എ ഗവൺമെന്റ് ക്യാരിഡ് ഓൺ ത്രൂ ഓഫീസേഴ്സ്, ബ്യൂറോക്രസി നമുക്കറിയാം. എ പേഴ്സൺ ഹു ഈസ് അണേബിൾ ടു പേ ഡെപ്റ്റ്സ്, ഡെപ്റ്റ് ഒക്കെ മീട്ടാനായിട്ട് പാടുപെടുന്ന ആളല്ലേ. അപ്പോൾ ഡെപ്റ്റ് കടം നമ്മൾ വാങ്ങിക്കുന്നത് എവിടുന്ന? ബാങ്കിൽ നിന്നാണെന്ന് ഓർക്കുക. അപ്പോൾ ബാങ്ക്രപ്റ്റ് എന്നുള്ളത് ഓർത്തിരിക്കാൻ പറ്റും. എ മാൻ വിത്ത് നാരോ പ്രെജുഡൈസ്ഡ് റിലീജിയസ് വ്യൂ, ബിഗോട്ട് ആണ് കേട്ടോ, ബിഗോട്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ റിലീജിയനുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗോട്ട് എന്നുള്ളത് ഗോഡായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. ബിഗോട്ട്, ബിഗോഡ്, ഗോഡുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ മാൻ വിത്ത് നാരോ പ്രെജുഡൈസ്ഡ് റിലീജിയസ് വ്യൂസ് എന്നുള്ള രീതിക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം. അടുത്തത് ലവർ ഓഫ് ബുക്സ്. ബുക്സ് എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു? ബൈബിളും ഫയലും. അപ്പോൾ ബിബ്ലിയോ ഫയൽ. അടുത്തത് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ബൊക്കെയാണ് അല്ലേ, ബൊക്കെ. ബൊക്കയുടെ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് എ നൈഫ് ഫിക്സ്ഡ് ഓൺ ദി എൻഡ് ഓഫ് എ ഗൺ. എ നൈഫ് ഫിക്സ്ഡ് ഓൺ ദി എൻഡ് ഓഫ് എ ഗൺ എന്ന് പറയുന്നതിനെ ബയോനെറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ബയോനെറ്റ് എന്നാണ് പറയുന്നത്. എ നൈഫ് ഫിക്സ്ഡ് ഓൺ ദി എൻഡ് ഓഫ് എ ഗൺ, ബയോനെറ്റ്. ഇനി എ ബിൽഡിംഗ് വേർ സോൾജിയേഴ്സ് ആർ ലോഡ്ജ്ഡ്. സോൾജിയേഴ്സ് എവിടെയാണോ ലോഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബിൽഡിങ്ങിനെ പറയുന്നതാണ് ബാരാക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ബാരാക്ക് എന്നാണ്. എ ബിൽഡിംഗ് വേർ സോൾജിയേഴ്സ് ആർ ലോഡ്ജ്ഡ്. ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ സോൾജിയേഴ്സ് എന്ന് പറയുമ്പോൾ പട്ടാളക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിലിറ്ററിയിലൊക്കെ ഉള്ളവർ മദ്യം നിറയെ കിട്ടും എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അവരുടെ റാക്ക് മുഴുവൻ എന്താണ്? ബാറ് പോലെയാണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം കേട്ടോ. സോൾജിയേഴ്സിന്റെ റാക്ക് മുഴുവൻ എങ്ങനെയാണ്? ബാറ് പോലെയാണ്, നിറയെ കുപ്പികളാണ് എന്നുള്ള രീതിയിൽ ബാരാക്ക് ഓർക്കാലോ. അപ്പോൾ എ ബിൽഡിംഗ് വേർ സോൾജിയേഴ്സ് ആർ
ലോഡ്ജ്ഡ്, ബറാക്ക് കേട്ടോ. അടുത്തത് എ ലിസ്റ്റ് ഓഫ് ബുക്സ്. എ ലിസ്റ്റ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത് കാറ്റലോഗ് ആണ്, കാറ്റലോഗ്. എങ്ങനെ നമുക്ക് ഓർക്കാം? എ ലിസ്റ്റ് ഓഫ് ബുക്സ് ആണ് അല്ലേ. അപ്പൊ ഈ ബുക്സ് എന്ന് പറയുന്നത്, ഒരു ലിസ്റ്റ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത് കഥയുടെ ബുക്കാന്ന് ഓർക്കാം കേട്ടോ. CATA കഥ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം. എ ലിസ്റ്റ് ഓഫ് ബുക്സ് കാറ്റലോഗ് ആണ്, കാറ്റലോഗ്. അടുത്തത് ഈസിലി ബിലീവിങ് അതേഴ്സ്. ഈസിലി ബിലീവിങ് അതേഴ്സ്, അതായത് ബിലീവിങ് അതേഴ്സ് എന്താണ്? ക്രെഡുലസ് ആണ് മീനിങ്, ക്രെഡുലസ്. അടുത്തത് ഇൻസെൻസിബിൾ ടു കൈൻഡ് തോട്ട്. ഇൻസെൻസിബിൾ ടു കൈൻഡ് തോട്ട് ആണ്, കാലസ് ആണ്, കാലസ്. ഇൻസെൻസിബിൾ ടു കൈൻഡ് തോട്ട് എന്താണ്? കാലസ്. അടുത്തത് വൺ ഹൂ ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്. ഹ്യൂമൻ ഫ്ലഷ് ഈറ്റ് ചെയ്യുന്ന ആളെ എന്താണ് പറയുന്നത്? കാനിബൽ എന്നാണ് പറയുക കേട്ടോ, കാനിബൽ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. വൺ ഹൂ ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, കാനിബൽ. അടുത്തത് വൺ ഹൂ ലീവ്സ് ഓൺ ഫ്ലഷ്. വൺ ഹൂ ലീവ്സ് ഓൺ ഫ്ലഷ് എന്ന് പറയുന്നത് കാർണിവോറസ് ആണ്, കാർണിവോറസ് കേട്ടോ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, കാനിബലും കാർണിവോറസും. അടുത്തത് എ നമ്പർ ഓഫ് സ്റ്റാർസ് ഗ്രൂപ്ഡ് ടുഗെദർ. എ നമ്പർ ഓഫ് സ്റ്റാർസ് ഗ്രൂപ്ഡ് ടുഗെദർ എന്താ വിളിക്കുക? കോൺസ്റ്റലേഷൻ എന്നാണ് പറയുക, കോൺസ്റ്റലേഷൻ. എ നമ്പർ ഓഫ് സ്റ്റാർസ് ഗ്രൂപ്ഡ് ടുഗെദർ ഈസ് കോൾഡ് കോൺസ്റ്റലേഷൻ. അടുത്തത് നോക്കുക, ഗുഡ്സ് വിച്ച് ആർ ബ്രോട്ട് ഇൻ ടു ഓർ ടേക്കൺ ഔട്ട് ഓഫ് എ കൺട്രി സീക്രറ്റ്ലി ആൻഡ് ഇല്ലീഗലി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഗുഡ്സിനെ എല്ലാം സീക്രട്ട് ആയിട്ട് ഒരു കൺട്രിയിൽ നിന്നും അടുത്തൊരു കൺട്രിയിലോട്ട് നമ്മൾ സീക്രട്ട് ആയിട്ട് ഇല്ലീഗൽ ആയിട്ട് കൊണ്ടുപോകുക അല്ലെ. അപ്പൊ സ്മഗ്ലിംഗ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിനെയാണ് പറയുന്നത് കോൺട്രാബാൻഡ് എന്നാണ് കേട്ടോ. വൺ വേർഡ് എന്താണ്? കോൺട്രാബാൻഡ്. ഗുഡ്സ് വിച്ച് ആർ ബ്രോട്ട് ഇൻ ടു ഓർ ടേക്കൺ ഔട്ട് ഓഫ് എ കൺട്രി സീക്രറ്റ്ലി ആൻഡ് ഇല്ലീഗലി എന്താണ്? കോൺട്രാബാൻഡ്. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? സീക്രട്ട് ആയിട്ടും ഇല്ലീഗലി ആണ് അല്ലെ. സീക്രട്ട് ആൻഡ് ഇല്ലീഗലി ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ സീൻ ആകെ കോൺട്രയാകും എന്നുള്ള രീതിയിൽ, സീൻ കോൺട്ര നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ സീൻ കോൺട്രയാകും എന്നുള്ള രീതിക്ക് ജസ്റ്റ് കോൺട്രാബാൻഡ് ഓർക്കാലോ. നമ്മളിങ്ങനെ ഒരു കാര്യം സീക്രട്ട് ആയിട്ടും ഇല്ലീഗലൊക്കെ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സീൻ കോൺട്രയാണ് എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പൊ കോൺട്രാബാൻഡ് കിട്ടിക്കോളും. അടുത്തത് ഡെഡ് ബോഡി ഓഫ് എ ഹ്യൂമൻ ബീങ്. ഡെഡ് ബോഡി ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് കോപ്സ് ആണ് കേട്ടോ, കോപ്സ്. ഡെഡ് ബോഡി ഓഫ് എ ഹ്യൂമൻ ബീങ് പഠിച്ചിട്ടുണ്ടല്ലോ, കോപ്സ് ആണ്, ജസ്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ. അപ്പൊ നൈഫ് ഫിക്സ്ഡ് ഓൺ ദി എൻഡ് ഓഫ് എ ഗൺ എന്താ? ബയോനെറ്റ് ആണ്, ബയോനെറ്റ്. അപ്പൊ ജസ്റ്റ് ഇത് വേണമെങ്കിൽ നൈഫും ഗണ്ണൊക്കെ നമുക്ക് ഭയങ്കര ഭയമാണ് എന്നുള്ള രീതിയിൽ കേട്ടോ. ബയോനെറ്റ് ആണ്, ഇവിടെ BAY ഉണ്ടല്ലോ, അപ്പൊ ഭയം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അടുത്തത് ബിൽഡിംഗ് വേർ സോൾജിയേഴ്സ് ആർ ലോഡ്ജ്ഡ്. എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തത്? സോൾജിയേഴ്സ് ആകുമ്പോൾ അവരുടെ എന്താണ് റൂമിലൊക്കെ റാക്കിലൊക്കെ ഫുൾ ബാർ പോലെ കുപ്പികളായിരിക്കും എന്നുള്ള രീതിയിൽ ബാർ റാക്ക് അല്ലേ, ബാർ റാക്ക്. ലിസ്റ്റ് ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ ബുക്കുകളൊക്കെ എന്താ? കഥാ ബുക്കാണ്. അപ്പൊ കാറ്റലോഗ് ഓർക്കാൻ പറഞ്ഞു. ഈസിലി ബിലീവിങ് അതേഴ്സ് ക്രെഡുലസ് ആണ്. ഇൻസെൻസിബിൾ ടു കൈൻഡ് തോട്ട് എന്താ? കാലസ്. വൺ ഹൂ ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, കാനിബൽ. വൺ ഹൂ ലീവ്സ് ഓൺ ഫ്ലഷ്, കാർണിവോറസ്. എ നമ്പർ ഓഫ് സ്റ്റാർസ് ഗ്രൂപ്ഡ് ടുഗെദർ ആണ് കോൺസ്റ്റലേഷൻ. ഗുഡ്സ് വിച്ച് ആർ ബ്രോട്ട് ഇൻ ടു ഓർ ടേക്കൺ ഔട്ട് ഓഫ് എ കൺട്രി സീക്രറ്റ്ലി ആൻഡ് ഇല്ലീഗലി എന്താണ് പറയുന്നത്? കോൺട്രാബാൻഡ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ സീക്രട്ട് ആയിട്ടും ഇല്ലീഗലൊക്കെ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സീൻ കോൺട്രേ ആകും എന്ന് ഓർത്താൽ മതി. ദെൻ ഡെഡ് ബോഡി ഓഫ് എ ഹ്യൂമൻ ബീങ് ആണ് കോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വൺ വോവ്ഡ് ടു അൺമാരീഡ് ലൈഫ്, അതായത് വിവാഹം കഴിക്കാത്ത അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് പറയുന്നത് സെലിബേറ്റ് എന്ന് പറയുന്നത്. അവിവാഹിത എന്നൊക്കെ പറയില്ലേ, സെലിബേറ്റ്. അപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു സെലിബ്രിറ്റി ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നായികമാരൊക്കെ സിനിമയിൽ നായികമാരാവണം എന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഒരു കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യിക്കും അല്ലെ. അതായത് വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് മാൻ എന്ന് പറയുന്ന ഒരു മൂവിയിലൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആവുന്ന കണ്ടിട്ടുണ്ടോ? വിവാഹം കഴിയാതെ അല്ലെ. ആ ഒരു ഇതൊക്കെ ഓർത്താൽ മതി. അപ്പൊ സെലിബ്രിറ്റീസിന് എപ്പോഴും മാരേജ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അൺമാരീഡ് ആയിരിക്കണം എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാലോ. അപ്പോൾ വൺ വോവ്ഡ് ടു അൺമാരീഡ് ലൈഫ്, സെലിബേറ്റ്. അപ്പൊ സെലിബ്രിറ്റിക്ക് മാരേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. ഓക്കെ, അടുത്തത് സ്മഗ്ലിംഗ് ഓഫ് ഗുഡ്സ്. സ്മഗ്ലിംഗ് ഓഫ് ഗുഡ്സ് നമ്മളിപ്പോൾ പറഞ്ഞു എന്താ? കോൺട്രാബാൻഡ് അല്ലേ. അപ്പൊ സ്മഗ്ലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സീൻ കോൺട്രയാവും എന്ന് ഓർത്താൽ മതി. സ്മഗ്ലിംഗ് ഓഫ് ഗുഡ്സ് എന്താ? കോൺട്രാബാൻഡ്. അടുത്തത് ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിങ്ങിനെയാണ് കാലിഗ്രഫി എന്ന് പറയുക അല്ലേ. നമുക്ക് സ്കൂളിലൊക്കെ കാലിഗ്രഫിയുടെ മത്സരമൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. നമ്മളത് കേട്ട് പരിചയമുള്ളതാണ്. ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എന്താ? കാലിഗ്രഫി ആണ്. വൺ ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി എക്സെട്ര. ആർട്ട് ഗാലറിക്കും മ്യൂസിയത്തിൻ്റെയൊക്കെ ചാർജ് ഉള്ള ആളെ എന്താണ് പറയുന്നത്? ക്യൂറേറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ, ക്യൂറേറ്റർ. വൺ ഇൻ ചാർജ് ഓഫ് മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി എക്സെട്ര ആർ ക്യൂറേറ്റർ.
അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ജസ്റ്റ് ഓർക്കാം, മ്യൂസിയം അതുപോലെ ആർട്ട് ഗാലറി അവിടെയൊക്കെ വെക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ് അല്ലേ, റേറ്റ് ആണ്. അപ്പോൾ ക്യൂറേറ്റ്, അപ്പോൾ റേറ്റ് ആയതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് ഒരുപാട് പേര് ക്യൂ നിന്ന് പോകും അല്ലേ, ക്യൂ നിന്ന് പോകും. അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് ഓർത്തുകൂടെ, മ്യൂസിയത്തിലും ആർട്ട് ഗാലറിയിലൊക്കെയുള്ള വസ്തുക്കൾക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് ആളുകൾ എന്ത് ചെയ്യും, ക്യൂ നിന്ന് പോകും. അപ്പോൾ ക്യൂറേറ്റർ, റേറ്റ് ആയതുകൊണ്ട് ക്യൂ നിന്ന് പോകുമെന്ന് ഓർത്താൽ മതി. അപ്പോൾ ക്യൂറേറ്റർ ജസ്റ്റ് കണക്ട് ചെയ്യാമല്ലോ അല്ലേ. വൺ ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി എന്താണ്, ക്യൂറേറ്റർ. ഓക്കെ, അടുത്തത് ഡിഫിക്കൾട്ട് ആൻഡ് പെർപ്ലെക്സിങ് സിറ്റുവേഷൻ. ഡിഫിക്കൾട്ട് ആൻഡ് പെർപ്ലെക്സിങ് സിറ്റുവേഷൻ എന്താ, ഡിലേമയാണ്, ഡിലേമ. ഡിഫിക്കൾട്ട് ആൻഡ് പെർപ്ലെക്സിങ് സിറ്റുവേഷൻ എന്താണ്, ഡിലേമ. അടുത്തത് ഗവൺമെന്റ് ഓഫ്, ഫോർ ആൻഡ് ബൈ ദ പീപ്പിൾ. ഗവൺമെന്റ് ഓഫ്, ഫോർ ആൻഡ് ബൈ ദ പീപ്പിൾ ആണ് എന്ത്, ഡെമോക്രസി അല്ലെ. ജനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ജനാധിപത്യം അല്ലെ, ഡെമോക്രസി ആണ്, അത് നമുക്കറിയാം. Then one who is given to pleasures of eating, drinking, etc. One who is given to pleasures of eating, drinking. എന്താ പറയുന്നത്, എപ്പിക്വയർ എന്നാണ് പറയുന്നത് കേട്ടോ, എപ്പിക്വയർ, എപ്പിക്വയർ. ഇനി ദ കൺക്ലൂഡിംഗ് സെക്ഷൻ ഓർ സീൻ ഓഫ് എ പ്ലേ. ഒരു പ്ലേയുടെ കൺക്ലൂഡിംഗ് സെക്ഷൻ, അവസാനിക്കുന്ന ഭാഗം എന്താണ്, എപ്പിലോഗ് ആണ് കേട്ടോ, എപ്പിലോഗ്. ഇപ്പൊ എപ്പിസോഡിന്റെ അവസാനമാണ് എന്നുള്ള രീതിയിൽ എപ്പിലോഗ് ഓർക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ, എപ്പിസോഡിന്റെ അവസാനം എന്നുള്ള രീതിക്ക് കേട്ടോ. ദ കൺക്ലൂഡിംഗ് സെക്ഷൻ ഓഫ് എ സീൻ ഓഫ് എ പ്ലേ ആണ്. അപ്പൊ എപ്പിസോഡിന്റെ അവസാനം എന്നുള്ള രീതിയിൽ എപ്പിലോഗ് ജസ്റ്റ് ഓർത്താൻ നോക്കാം. അടുത്തത് ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ടോംബ്. എന്താണ്, എപ്പിടഫ് ആണ് കേട്ടോ, എപ്പിടഫ്. ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ടോംബ്, അതായത് ശവക്കല്ലറകളിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കത്തില്ലേ വർഷവും പേരൊക്കെ, അതിനെയാണ് പറയുന്നത്. അതാണ് എപ്പിടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം, അവിടെ ഇങ്ങനെ ശവക്കല്ലറകളിലൊക്കെ എഴുതുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊക്കെ നോക്കി കാണുമ്പോൾ അവരുടെ പേരും മരിച്ചുപോയ വർഷമൊക്കെ നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ടോംബ് എന്താണ്, എപ്പിടഫ്, ഓർത്തിരിക്കാലോ. അടുത്തത് എ സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ. എ സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ എന്താണ്, എക്സ്റ്റംപോർ ആണ്, എക്സ്റ്റംപോർ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുവാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്യാതെ ഒരു സ്പീച്ച് അങ്ങോട്ട് പോയി പറയുവാണ്. അപ്പോൾ നമ്മൾ മൊത്തം തെറ്റിച്ച് കോളം ആക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, അത് ഭയങ്കര എക്സ്ട്രീമായിട്ട് ബോറായി പോകും അല്ലേ. അപ്പോൾ എക്സ്റ്റംപോർ, ഓക്കെ, നന്നായിട്ട് ബോറായി പോകും ആ പരിപാടി അല്ലേ. നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയതൊക്കെ സ്പീച്ചായിട്ട് പറയുമ്പോൾ അത് ഭയങ്കര ബോറല്ലേ. അപ്പോൾ എക്സ്റ്റംപോർ, എക്സ്ട്രീമായിട്ട് ബോറായിരിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എ സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ എന്താണ്, എക്സ്റ്റംപോർ ആണ്. ഓക്കെ, കിട്ടിയോ? ഒന്നുകൂടെ പറയാം. വൺ വേർഡ് ടു അൺമാരീഡ് ലൈഫ് എന്താ, സെലിബ്രേറ്റ് ആണ്. അപ്പോൾ സെലിബ്രിറ്റീസിനെ മാരേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. സ്മഗ്ലിംഗ് ഓഫ് ഗുഡ്സ്, കോൺട്രാബാൻഡ് ആണ്. സ്മഗ്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സീൻ കോൺട്രയാണ് അല്ലേ. ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്, കാലിഗ്രഫി. വൺ ഇൻ ചാർജ് ഓഫ് എ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. ഇപ്പം മ്യൂസിയത്തിലും ആർട്ട് ഗാലറിയിലും വെച്ചിട്ടുള്ള വസ്തുക്കൾക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ്. അപ്പോൾ ക്യൂ നിന്നിട്ടാണ് ആളുകൾ കാണുക അല്ലേ. അപ്പോൾ ക്യൂറേറ്റർ. ഡിഫിക്കൾട്ട് ആൻഡ് പെർപ്ലെക്സിങ് സിറ്റുവേഷൻ എന്താ, ഡിലേമയാണ്, ഡിലേമ. ഗവൺമെന്റ് ഓഫ്, ഫോർ ആൻഡ് ബൈ ദ പീപ്പിൾ, ഡെമോക്രസി. വൺ ഹൂ ഈസ് ഗിവൺ ടു പ്ലെഷേഴ്സ് ഓഫ് ഈറ്റിംഗ്, ഡ്രിങ്കിങ് എക്സെട്ര എന്താ, എപ്പിക്വയർ. ദ കൺക്ലൂഡിംഗ് സെക്ഷൻ ഓർ സീൻ ഓഫ് എ പ്ലേ, എപ്പിലോഗ്, എപ്പിസോഡിന്റെ അവസാനം ഓർക്കാൻ പറഞ്ഞു. ആൻഡ് ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ടോംബ് എന്താ, എപ്പിടഫ് ആണ് അല്ലേ. ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടഫാന്നുള്ള രീതിയിൽ. എ സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ. വിത്തൗട്ട് പ്രിപ്പറേഷൻ സ്പീച്ച് പറഞ്ഞാൽ എന്ത് പറ്റും, ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ബോറായി പോകും. അപ്പോൾ എക്സ്റ്റംബോർ, ഓക്കെ, ഓർത്തിരിക്കാലോ. അടുത്തത് നോക്കുക, ദാറ്റ് ഫിഷ് ക്യാൻ ബി ഈറ്റൺ. എന്താ, കഴിക്കാൻ പറ്റുന്നത്, എഡിബിൾ ആണ് അല്ലേ. ഈറ്റ് ചെയ്യാൻ പറ്റുന്നത് എഡിബിൾ ആണ്, നമുക്കറിയാം. എ പേഴ്സൺ ഹൂ തിങ്സ് ഓൺലി ഓഫ് ഹിംസെൽഫ്. സ്വന്തമായിട്ട് മാത്രം, അവനവനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരാളെ എന്താ പറയുക, ഈഗോയിസ്റ്റ്. അവന് ഭയങ്കര ഈഗോയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവൻ്റെ കാര്യം മാത്രം, സ്വന്തം കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ എ പേഴ്സൺ ഹൂ തിങ്സ് ഓൺലി ഓഫ് ഹിംസെൽഫ് ആണ് ഈഗോയിസ്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം. അടുത്തത് എ ഡിസീസ് പെക്യുലിയർ ടു എ കൺട്രി. ഒരു കൺട്രിയിൽ മാത്രം പെക്യുലർ ആയിട്ടുള്ള ഡിസീസിനെ എന്താണ് പറയുക, എൻഡമിക് എന്നാണ് പറയുക കേട്ടോ. എൻഡമിക് ആണ് എ ഡിസീസ്, അതായത് ഒരു കൺട്രിക്ക് അകത്ത് മാത്രമാണ്. അപ്പോൾ എൻഡമിക് ആണ്, എൻഡമിക് കേട്ടോ. ഇനി വൺ ഹൂ റിലൈസ് ഓൺലി ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ. വൺ ഹൂ റിലൈസ് ഓൺലി ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ എന്താണ്, എംപിരിക് ആണ് കേട്ടോ, എംപിരിക്. അപ്പോൾ വൺ ഹൂ റിലൈസ് ഓൺലി ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ എന്താണ് പറയുന്നത്, എംപിരിക്. ഇനി എ ലോങ് നരേറ്റീവ് പോയം അബൌട്ട് ദ ഡീഡ്സ് ഓഫ് ഗ്രേറ്റ് ഹീറോസ്.
അപ്പോൾ എന്താണ് വലിയ വലിയ ഹീറോസിനെ കുറിച്ചിട്ടൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നരേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയം, അതിനെയാണ് എപ്പിക് എന്ന് പറയുക അല്ലെ. എ ലോങ് നരേറ്റീവ് പോയം അബൌട്ട് ദ ഡീഡ്സ് ഓഫ് എ ഗ്രേറ്റ് ഹീറോസ് എന്നാണ് എപ്പിക് എന്നാണ് പറയുന്നത്. അടുത്തത് കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ബ്രദർ, സ്വന്തം സഹോദരനെ കൊല്ലുന്നത് എന്താ, ഫ്രാട്രിസൈഡ് ആണ് കേട്ടോ, ഫ്രാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് ഓൺ ബ്രദർ എന്താണ് പറയുന്നത്, ഫ്രാട്രിസൈഡ് എന്നാണ് പറയുന്നത്. അടുത്തത് ദാറ്റ് വിച്ച് എൻഡ്സ് ഇൻ ഡെത്ത്, മരണത്തിൽ അവസാനിക്കുന്നത്, ദാറ്റ് വിച്ച് എൻഡ്സ് ഇൻ ഡെത്ത് ആണ് ഫേറ്റൽ. അപ്പോൾ ഡെത്ത് ആണല്ലോ, ഡെത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫേറ്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഓർക്കാം, ദാറ്റ് വിച്ച് എൻഡ്സ് ഇൻ ഡെത്ത്, ഫേറ്റൽ. അടുത്തത് എ ക്ലസ്റ്റർ ഓഫ് ഹൗസസ് ഇൻ എ വില്ലേജ്, ഒരു വില്ലേജിലുള്ള ക്ലസ്റ്റർ ഓഫ് ഹൗസസ്, വീടുകളുടെ ഒരു കൂട്ടമാണ് ഹാംലെറ്റ് ആണ്, ഹാംലെറ്റ് കേട്ടോ. അപ്പോൾ ഈ ഹാം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഹോം ആയിട്ട് കണക്ട് ചെയ്യാം, വീടുകളുടെ കൂട്ടമല്ലേ, അപ്പോൾ ഹോം, ഹാംലെറ്റ് ജസ്റ്റ് കണക്ട് ചെയ്യാൻ നോക്കുക. അടുത്തത് ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ്, ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് എന്താണ്, ഇൻകോറിജിബിൾ ആണ് കേട്ടോ, ഇൻകോറിജിബിൾ. അപ്പോൾ കോറിജിബിൾ CORR ഉണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് എന്താണ്, ഇൻകോറിജിബിൾ. ഇനി ലയബിൾ ടു ക്യാച്ച് ഫയർ ഈസിലി, ലയബിൾ ടു ക്യാച്ച് ഫയർ ഈസിലി എന്താ, ഇൻഫ്ലെയിമബിൾ അല്ലെ, തീ പിടിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ലയബിൾ ടു ക്യാച്ച് ഫയർ ഈസിലി, ഫയറും ഫ്ലെയിമും തമ്മിലൊക്കെ ബന്ധപ്പെടുത്താം. ലയബിൾ ടു ക്യാച്ച് ഫയർ ഈസിലി, ഇൻഫ്ലെയിമബിൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ടിട്ട് നമുക്ക് ഓപ്പോസിറ്റ് മീനിങ് ഒക്കെ ആണെന്ന് തോന്നാം, പക്ഷേ ഓർത്തിരിക്കുക, ലയബിൾ ടു ക്യാച്ച് ഫയർ ഈസിലി എന്താണ്, ഇൻഫ്ലെയിമബിൾ ആണ്. ഒന്നുകൂടെ പറയാം, ദാറ്റ് വിഷ് ക്യാൻ ബി ഈറ്റൻ എന്താ, എഡിബിൾ. എ പേഴ്സൺ ഹു തിങ്സ് ഓൺലി ഓഫ് ഹിംസെൽഫ്, ഈഗോയിസ്റ്റ്. എ ഡിസീസ് പെക്യുലിയർ ടു എ കൺട്രി, എൻഡമിക്. One who relies only on experience and observation, empiric. A long narrative poem about the deeds of a great hero's epic. Killing one's own brother, fratricide. That which ends in death, fatal. A cluster of houses in a village, hamlet. Incapable of being corrected, incorrigible. Liable to catch fire easily, inflammable. Okay. Next, that which cannot be read. That which cannot be read എന്താ, ഇല്ലീജിബിൾ ആണ് കേട്ടോ, ഇല്ലീജിബിൾ, നമുക്ക് വായിക്കാൻ പറ്റാത്തത്, ഇല്ലീജിബിൾ ആണ്. അടുത്തത് ദാറ്റ് വിച്ച് കനോട്ട് ബി ഹേർഡ്, കേൾക്കാൻ പറ്റാത്തത് എന്താ, ഇൻഓഡിബിൾ അല്ലേ. അപ്പോൾ കേൾക്കാൻ പറ്റാത്തത് ഇൻഓഡിബിൾ, അത് നമുക്കറിയാം. ഇല്ലീജിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അടുത്തത് പ്രൊലോങ്ഡ് ഇനബിലിറ്റി ടു സ്ലീപ്പ്, പ്രൊലോങ്ഡ് ഇനബിലിറ്റി ടു സ്ലീപ്പ്, ഉറങ്ങാൻ പറ്റാത്ത രാത്രികളില്ലേ, അതിനെയാണ് ഇൻസോംനിയ എന്നാണ് പറയുന്നത് കേട്ടോ, ഇൻസോംനിയ, ഇൻസോംനിയ. പ്രൊലോങ്ഡ് ഇനബിലിറ്റി ടു സ്ലീപ്പ് എന്താണ്, ഇൻസോംനിയ. അടുത്തത് വൺ ഹു ഈസ് നോട്ട് ലൈക്ലി ടു കമ്മിറ്റ് മിസ്റ്റേക്സ്, വൺ ഹു ഈസ് നോട്ട് ലൈക്ലി ടു കമ്മിറ്റ് മിസ്റ്റേക്സ്, ഇൻഫോളിബിൾ ആണ്, അതായത് തെറ്റൊന്നും വരാത്ത ആൾ അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് ഓർക്കാം, ഇൻഫോളിബിൾ ആണ് അല്ലേ. ഫോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും വീഴത്തില്ല, അതായത് തെറ്റിലൊന്നും പോയി വീഴത്തില്ല എന്നുള്ള രീതിയിൽ ഇൻഫോളിബിൾ ഓർക്കാലോ. എവിടെയും പോയിട്ട് പെട്ടെന്നൊന്നും ഫോളോ ചെയ്യില്ല, വീഴത്തില്ല, തെറ്റിലൊന്നും പോയി വീഴത്തില്ല എന്നുള്ള രീതിയിൽ വൺ ഹു ഈസ് നോട്ട് ലൈക്ലി ടു കമ്മിറ്റ് മിസ്റ്റേക്സ് എന്നാണ് ഇൻഫോളിബിൾ. വൺ ഹു കമ്പൈൽസ് എ ഡിക്ഷണറി, വൺ ഹു കമ്പൈൽസ് എ ഡിക്ഷണറി എന്താ പറയുന്നത്, ലെക്സിക്കോഗ്രാഫർ ആണ്, ലെക്സിക്കോഗ്രാഫർ കേട്ടോ. അപ്പോൾ ഈ ഡിക്ഷണറിയിൽ നമ്മുടെ വേർഡ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് ലെക്സി പെന്നുകൊണ്ടാന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക കേട്ടോ. അപ്പോൾ വൺ ഹു കമ്പൈൽസ് എ ഡിക്ഷണറി എന്താ, ലെക്സിക്കോഗ്രാഫർ. എ ഹേറ്റർ ഓഫ് വുമൺ ഓർ മാരേജ്, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. എന്താ, സ്ത്രീകളെ വെറുക്കുന്ന ആള് എന്താ പറയുന്നത്, മീസോജൈനിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ, മീസോജൈനിസ്റ്റ്. അപ്പോൾ എ ഹേറ്റർ ഓഫ് വുമൺ ആണ്, അപ്പം മിസ് എന്ന് പറയുമ്പോൾ നമുക്ക് വുമണുമായിട്ട് കണക്ട് ചെയ്യാം. മീസോജൈനിസ്റ്റ് ആണ്, അപ്പം വുമണിനെ വെറുക്കുന്ന ആളാണ്. എ ഹേറ്റർ ഓഫ് വുമൺ, മീസോജൈനിസ്റ്റ്. അടുത്തത് അൺഡ്യൂ ഫേവർ ഷോൺ ടു റിലേറ്റീവ്സ് എന്താ, നെപ്പോട്ടിസം. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, KGF 2 പറയുന്നിട്ടുണ്ട്, നെപ്പോട്ടിസം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ. ഓക്കെ, അപ്പം അൺഡ്യൂ ഫേവർ ഷോൺ ടു റിലേറ്റീവ്സ് എന്താണ്, നെപ്പോട്ടിസം. അടുത്തത് വൺ ഹു ലുക്സ് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് തിങ്സ് എന്താ, ഒപ്റ്റിമിസ്റ്റ് ആണ്. വൺ ഹു ലുക്സ് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് തിങ്സ്, അപ്പം എന്താ, ഒപ്റ്റിമിസ്റ്റ് കേട്ടോ, ഒപ്റ്റിമിസ്റ്റ് നമുക്ക് അറിയുന്നതാണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് വൺ ഹു ഈസ് ഓൾ പവർഫുൾ എന്താണ്, ഒംനി പൊട്ടൻറ്റ് ആണ്. അപ്പോൾ എല്ലാ പവറും ഉണ്ടല്ലേ, ഓൾ പവറും, അപ്പോൾ ഭയങ്കര പൊട്ടൻഷ്യലുള്ള ആളാന്നുള്ള രീതിയിൽ ഒംനി പൊട്ടൻറ്റ് ഓർക്കാമല്ലോ. വൺ ഹു ഈസ് ഓൾ പവർഫുൾ, ഭയങ്കര പൊട്ടൻഷ്യലാന്ന് ഓർക്കുക, അപ്പോൾ ഒംനി പൊട്ടൻറ്റ്. അടുത്തത് വൺ ഹു ലവ്സ് മാൻകൈൻഡ്, മാൻകൈൻഡ് ഇഷ്ടപ്പെടുന്ന ആൾ ആരാണ്, ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ് കേട്ടോ, ഫിലാന്ത്രോപ്പിസ്റ്റ്. വൺ ഹു ലവ്സ് മാൻകൈൻഡ് എന്നാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, ദാറ്റ് വിഷ് കാനോട്ട് ബി റീഡ് എന്നുള്ളത് ഇല്ലെജിബിൾ ആണ്. ദാറ്റ് വിഷ് കാനോട്ട് ബി ഹേർഡ് ആണ് ഇനോഡിബിൾ. പ്രൊലോങ്ഡ് ഇനബിലിറ്റി ടു സ്ലീപ്പ് ആണ് ഇൻസോംനിയ. വൺ ഹു ഈസ് നോട്ട് ലൈക്ലി ടു കമ്മിറ്റ് മിസ്റ്റേക്സ് ഇൻഫോളിബിൾ ആണ്.
വൺ ഹൂ കമ്പൈൽസ് എ ഡിക്ഷണറി എന്താ ലെക്സിക്കോഗ്രാഫർ. എ ഹേറ്റർ വുമൺ ഓർ മാരേജ് ആണ് മിസോജൈനിസ്റ്റ്. അൺഡ്യൂ ഫേവർ ഷോൺ ടു റിലേറ്റീവ്സ് എന്താ നെപ്പോട്ടിസം. വൺ ഹൂ ലുക്സ് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് തിങ്സ് ആണ് ഒപ്റ്റിമിസ്റ്റ്. വൺ ഹൂ ഈസ് ഓൾ പവർഫുൾ എന്താ ഓംനിപോട്ടന്റ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ് എന്ന് പറയുന്നത് ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 50 എന്താ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുതി വെച്ച് പഠിക്കുക. നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഞാനൊരു നോട്ട് ബുക്ക് കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്